ഹായ്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ശരിക്കും നിങ്ങളാണോ ജീവിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ദേഷ്യം തോന്നാം. എന്നാൽ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം നിങ്ങൾ തീരുമാനിച്ച ഒരു ജീവിതമാണോ? അതോ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവർ എഴുതി വെച്ച ഒരു ജീവിതമാണോ ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം അത് നിങ്ങളുടെ ജീവിതമല്ല, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച ജീവിതമല്ല, മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ച ജീവിതമാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ വിശദീകരിക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് യാതൊരു തരത്തിലുള്ള പരാജയബോധമില്ല, അവന് ആത്മവിശ്വാസക്കുറവില്ല, അവന് ഒന്നിനെയും ഭയമില്ല, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന തോന്നലില്ല. പക്ഷേ ആ കുഞ്ഞ് വളർന്നു വരുന്തോറും അവൻ കേൾക്കാൻ തുടങ്ങുന്നു, നിനക്ക് ഒന്നിനും കഴിവില്ല, നീ സുന്ദരനല്ല, സുന്ദരിയല്ല, നിനക്ക് വണ്ണമില്ല, പൊക്കമില്ല, നിന്നെ ആളുകൾക്ക് ഇഷ്ടമല്ല, നീ എന്ത് ചെയ്താലും നീ പരാജയപ്പെട്ടു പോകും, നിനക്ക് ആത്മവിശ്വാസം തീരെയില്ല, നീ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇതുപോലെ 100 കണക്കിന് വാക്കുകൾ നമ്മൾ നിരന്തരം കേൾക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കേട്ട് അവൻ വളർന്നു വരുന്തോറും പിന്നീട് അത് മറ്റുള്ളവരുടെ ശബ്ദമല്ലാതായി തീരും. പിന്നെയോ ആ ശബ്ദം നമ്മുടെ സ്വന്തം ശബ്ദമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും, പുതിയൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും, പുതിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴും, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരാൻ തുടങ്ങും, നിന്നെക്കൊണ്ട് പറ്റില്ല, അത് വേണ്ട, അത് ചെയ്യണ്ട, നീ പരാജയപ്പെടും, പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും, നീ പരാജയപ്പെട്ടു പോവുകയുള്ളൂ, നിനക്കല്ല കഴിവില്ല, നീ സാധാരണക്കാരനാണ്, നിനക്ക് ആത്മവിശ്വാസമില്ല. ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ഈ ശബ്ദം എവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിൽ വന്നുപെട്ടത്? മറ്റുള്ളവർ നമ്മുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപ് ബാല്യകാലം മുതൽ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് പ്രിൻ്റാക്കി തന്നിട്ടുള്ള, ലേബൽ ചെയ്തിട്ടുള്ള ഒരു ശബ്ദമാണ്. അന്നത് അവരുടെ ശബ്ദമാണെങ്കിൽ പിന്നീട് അത് നമ്മുടെ സ്വന്തം ശബ്ദമായിട്ട് മാറാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് കഴിവുണ്ടായിട്ടും പലരും വിജയിക്കാത്തതും, ഹാർഡ് വർക്ക് ചെയ്തിട്ടും പലരും വിജയിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറുകയും അവരെ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാനോ പുതിയതായിട്ടൊരു ആശയം തുടങ്ങാനോ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും അവരെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ശബ്ദമായിട്ട് അത് മാറാൻ തുടങ്ങും. അത് നിങ്ങളുടെ സ്വന്തം ശബ്ദമായി മാറാൻ തുടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനിച്ച ജീവിതമാണോ? അത് നിങ്ങളുടെ ജീവിതം തന്നെയാണോ? അതോ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ മറ്റാരോ എഴുതി വെച്ചൊരു ജീവിതമാണോ എന്ന് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു പോയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകളും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും, ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സും എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഇപ്പോൾ തന്നെ റെഡി എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് വെബിനാർ എന്നൊരു മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൈൻഡ് മാസ്റ്ററുടെ ലൈവ് വെബിനാറിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിനെ എങ്ങനെ പൂർണ്ണമായിട്ടും ഈ രൂപപ്പെട്ട നെഗറ്റീവ് ബ്ലോക്കുകളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് ഈ വെബിനാറിൽ പഠിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വെബിനാർ എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി നടത്തുന്ന ഈ വെബിനാറിൻ്റെ സൗജന്യ രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം.